ഓണനാളിൽ പൂഞ്ഞാർ എം.എൽ.എയുടെ വീട്ടുപടിക്കൽ കരിനിലം പശ്ചിമ കൊട്ടാരങ്കര റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജാൻസി തൊട്ടിപ്പാട്ട്, സിനിമോൾ തടത്തിൽ എന്നീ കോൺഗ്രസ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നാട്ടുകാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പഴങ്കഞ്ഞി കുടിച്ചുകൊണ്ട് ഒരു സമരം നടത്തിയതുമായി ബന്ധപ്പെട്ട് പൂഞ്ഞാർ എം.എൽ.എ 2 കോൺഗ്രസ് വനിതാ മെമ്പർമാരെക്കുറിച്ച് നടത്തിയ പരാമർശത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടക്കയം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ.എസ്. രാജു മറുപടി നൽകി. സിനിമോൾ, ജാൻസി തൊട്ടിപ്പാട്ട് എന്നീ മെമ്പർമാരുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നത് തനിച്ചല്ലെന്നും അവർക്ക് ജനങ്ങളോടൊപ്പം കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകുന്ന UDFന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും അവരെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതുകൊണ്ട് ആ ഉത്തരവാദിത്വം അവർ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂവെന്നും മണ്ഡലം പ്രസിഡന്റ് കെ.എസ്. രാജു പറഞ്ഞു. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം മാത്രമാണ് ഇവരുടെ നേതൃത്വത്തിൽ സമര പരിപാടികൾക്ക് ഇവർ ഇറങ്ങിയതും തുടക്കം കുറിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പം MLA പറയുന്നത് കേട്ടു, കമൻറ്റിലൂടെ പറയുന്നത് കേട്ടു, ഞാൻ അവിടുത്തെ റോഡ് നന്നാക്കി, ഇവിടെ ലക്ഷങ്ങൾ, അവിടെ കോടികൾ മുടക്കി എന്നൊക്കെ പറഞ്ഞ് പല റോഡുകളുടെ പേരുകൾ പ്രതിപാദിക്കുന്നത് കേട്ടു. പക്ഷെ അതിന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ മേഖലയിൽ MLA ഈ മേഖലയിലൂടെ പോയിട്ടുണ്ടോ? ജനപ്രതിനിധിയായി വന്നതിന് ശേഷം MLA ഈ റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് വേറൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ മറ്റ് റോഡുകൾ നന്നാക്കിയോ ഇല്ലയോ എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല. ഇവിടെ ഈ റോഡ് ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA എന്ന നിലയിൽ ഈ റോഡ് നന്നാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ റോഡ് നന്നാക്കുന്ന കാര്യം പറയുമ്പോൾ മറ്റ് റോഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞ് തടി തപ്പുന്നത് അത് ശരിയായ നടപടിയല്ല എന്ന് പറയാൻ ഈ അവസരം ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. പിന്നെ MLA ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. MLA ഈ മേഖലയിൽ വന്ന് അവിടുത്തെ ഈ ത്രിതല നമ്മുടെ ഈ മെമ്പർമാരും അവിടുത്തെ ജനങ്ങളും ഞങ്ങളെല്ലാവരും അവരോടൊപ്പം കാണും. അവിടെ ഒരു സംവാദത്തിന് MLA തയ്യാറുണ്ടോ? ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാണ്, ഈ ജനപ്രതിനിധികളും തയ്യാറാണ്. ധൈര്യമുണ്ടെങ്കിൽ ആ മേഖലയിൽ വന്ന് ഒരു സംവാദം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ സിനിമോൾ തടത്തിൽ മെമ്പറും ജാൻസി തൊട്ടിപ്പാട്ട് മെമ്പറും മാത്രമല്ല ഈ സമരത്തിനുള്ളത്. ഇവിടുത്തെ UDFും കോൺഗ്രസ് പാർട്ടിയും ബഹുജനങ്ങളിലെല്ലാം അവരുടെ പിന്തുണയും സഹകരണവും പൂർണ്ണമായ സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവും. ഇത് സമയബന്ധിതമായി ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. സമയബന്ധിതമായി MLA ഈ റോഡ് നന്നാക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇവിടുത്തെ UDF പ്രസ്ഥാനം അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സമരവുമായി മുൻപോട്ട് പോകും. ജനങ്ങൾ നാളെ ഈ സമരം നാളുകളിൽ ഇത്തരം പരിപാടികളുമായിട്ട് മുൻപോട്ട് പോയാൽ അവർക്കും പൂർണ്ണമായ പിന്തുണ കോൺഗ്രസ് പാർട്ടിയുടെ UDFന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ഈ ഒരു അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മറ്റ് പല പ്രഖ്യാപനങ്ങളും MLAയുടെ ഞങ്ങൾ പലയിടത്തും കേൾക്കുകയുണ്ടായി. അവിടെ വികസന പ്രവർത്തനം ചെയ്തു, ഇവിടെ ഇന്ന പദ്ധതികൾ നടപ്പിലാക്കി. പക്ഷെ ഇതൊന്നും പൂർണ്ണതയിലെത്തിയതോ നടപ്പിൽ തുടക്കം കുറിച്ചതോ ഒന്നും നമുക്കറിവില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞ ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കല്, അവരുടെ കണ്ണിൽ പൊടിയിടല് എന്ന് മാത്രമാണ് പറയുന്നത്. ഇവിടെ സിനിമോളും ജാൻസി തൊട്ടിപ്പാട്ടും മാത്രമല്ല ഈ സമരത്തിനുള്ളത്. കോൺഗ്രസ് പാർട്ടിയും UDFും എല്ലാം അവരോടൊപ്പം പിന്തുണ ആർജിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാം പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഒക്കെ ഇവരോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമേ ഈ അവസരത്തിൽ മറ്റുള്ള റോഡുകൾ നന്നാക്കി എന്ന് പറഞ്ഞ് തടി തപ്പുന്ന MLA ഈ റോഡ് നന്നാക്കുവാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നും ചോദിച്ചു. പല പദ്ധതികളും നടപ്പിലാക്കിയെന്ന് MLA പറയുമ്പോൾ പല പദ്ധതികളും പൂർത്തിയാക്കിയതായും നടപ്പിലാക്കിയതായും ഞങ്ങൾക്കറിവില്ല. 5 വർഷത്തിന് മുകളിലായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഈ ഭാഗത്ത് MLA വന്ന് ഒരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നും ഈ റോഡ് അടിയന്തരമായി നന്നാക്കുവാൻ തയ്യാറായില്ലെങ്കിൽ UDF ഈ സമരം ഏറ്റെടുക്കുമെന്നും കെ.എസ്. രാജു പറഞ്ഞു.